ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് രാജീവിനെ പഞ്ചകൈലാസത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന വിജയനെയാണ്. നിന്നെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിജയൻ രാജീവിനെയും കൊണ്ട് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. രാജീവ് തന്നെ അറസ്റ്റ് ചെയ്യലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിജയൻ അതൊന്നും കാര്യമാക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയും പൊന്നിയും കൂടി മാർക്കറ്റിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ്. എന്താ സുസ്മിത, നീ പതിവില്ലാതെ എൻ്റെ കൂടെ വരുന്നത്? അത് പിന്നെ മാർക്കറ്റൊക്കെ ഒന്ന് കണ്ടിരിക്കാമെന്ന് കരുതി, അത്ര തന്നെ. പിന്നെ ഈയിടെയായിട്ട് വണ്ണം കൂടുന്നുണ്ടോ എന്നൊരു സംശയം. അപ്പോൾ അതും കൂടി നടന്നു തീർക്കാമെന്ന് കരുതിയെന്ന് സുസ്മിത പറയുന്നു. നീ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് പ്രീതി കുഞ്ഞിനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് വരുന്നത് കൊണ്ട് പേടിയൊന്നും തോന്നിയില്ലെന്ന് പൊന്നി പറയുകയാണ്. നീയേ വീട്ടിലെ സെർവൻ്റ് ആണെന്ന് നിനക്ക് ഇടക്കിടയ്ക്ക് ഓർമ്മയില്ലെന്ന് തോന്നുന്നല്ലോ. എന്നോട് സംസാരിക്കുമ്പോഴേ മര്യാദയ്ക്ക് സംസാരിക്കണം. ഇത് കേൾക്കുന്ന പൊന്നി പറയുകയാണ്, ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാ സംസാരിക്കാറ്. പിന്നെ ഞാൻ നിന്റെ വീട്ടിലെ സെർവൻ്റ് അല്ല, ഞാൻ സത്യാമ്മയുടെ വീട്ടിലെ സെർവൻ്റ് ആണ്. അത് നീയും കൂടി ഒന്ന് ഓർത്തോ. ഇവരെ ഇതുവരെ കണ്ടില്ലല്ലോ എന്ന് സുസ്മിത മനസ്സിൽ പറയുകയാണ്. തുടർന്ന് സുസ്മിത പറയുകയാണ്, പൊന്നി നീ നടന്നോ, എനിക്ക് കുറച്ച് കോളുകളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ സുസ്മിത ബാലേന്ദ്രനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ നമ്മൾ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, നിങ്ങൾ എവിടെ ഇതുവരെ എത്തിയില്ലേ? ഇപ്പോഴാണെങ്കിൽ ഇവിടെ തിരക്കുമില്ല, ആൾക്കാരുമില്ല. ഞങ്ങളിതാ വന്നുകൊണ്ടിരിക്കുക സുസ്മിതയെ, ഒരു 5 മിനിറ്റ് ഞങ്ങളിപ്പോൾ എത്തും. ഇത് കേൾക്കുന്ന സുസ്മിത പൊന്നിയെന്ന് വിളിച്ച് പൊന്നിയുടെ പിന്നാലെ തന്നെ ചെല്ലുകയാണ്. അപ്പോഴേക്കും ഒരു കാറ് സുസ്മിതയുടെ അടുത്തുകൊണ്ട് നിർത്തുകയും സുസ്മിതയെ രണ്ടുപേര് ചേർന്ന് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. പൊന്നി സുസ്മിത എന്ന് വിളിച്ചുകൊണ്ട് ആ കാറിന്റെ പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും പൊന്നി ഒരു കല്ലിൽ തട്ടി താഴേക്ക് വീഴുകയും ബോധം മറയുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് സുസ്മിതയെ കൊണ്ടുവന്നവര് ഒരു ഗോഡൌണിലേക്ക് ആക്കുന്നതാണ്. ഞാൻ പറഞ്ഞതല്ലേ നിങ്ങളടുത്ത് ബലപ്രയോഗമൊന്നും വേണ്ടെന്ന്. ഈ കിഡ്നാപ്പിംഗ് പ്ലാൻ ചെയ്തത് ഞാനാണ്, എന്നിട്ട് നിങ്ങൾ എന്തിനാ എന്റെ അടുത്ത് ഇങ്ങനെ ബലം പ്രയോഗിക്കുന്നത്? ഇത് കേൾക്കുന്ന കൊട്ടേഷൻകാര് സുസ്മിതയോട് രൂക്ഷമായി പെരുമാറുകയാണ്. നിങ്ങളെ ഞാൻ ഇപ്പൊ തന്നെ ശരിയാക്കി തരാം. ബാലചന്ദ്രനെ വിളിച്ചിട്ടെ നിങ്ങളുടെ പേയ്മെന്റ് കുറയ്ക്കാൻ ഞാൻ പറയുന്നുണ്ട്. അത്രയും പറഞ്ഞ് സുസ്മിത ബാലചന്ദ്രനെ വിളിക്കുന്നു. അപ്പോഴാണ് ബാലചന്ദ്രന്റെ ആൾക്കാരെല്ലാം തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് സുസ്മിതയ്ക്ക് ബോധ്യമാകുന്നത്. തുടർന്ന് സുസ്മിത ദേഷ്യത്തോടെ പറയുകയാണ്, നിങ്ങൾ ആരാ? നിങ്ങൾ എന്തിനാ എന്നെ തട്ടിക്കൊണ്ടുവന്നത്? ഞങ്ങള് കൊട്ടേഷൻ സംഘത്തിലെ ആൾക്കാരാണ്. ഞങ്ങളോട് പറഞ്ഞ പണി ഞങ്ങൾ ചെയ്യുന്നു, അത്രമാത്രം. ആരാണ് നിങ്ങൾക്ക് കൊട്ടേഷൻ തന്നത്? എനിക്ക് കൊട്ടേഷൻ തരാൻ മാത്രം ധൈര്യമുള്ളത് ആർക്കാണെന്നൊക്കെ സുസ്മിത ചോദിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സരോജവും ചൈന കോളനിയിലെ മറ്റു പെണ്ണുങ്ങളും കൂടി വരികയാണ്. അയ്യോ ഇടിവണ്ടി എന്ന് പറഞ്ഞൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത. അങ്ങോട്ടേക്ക് വന്നിട്ട് സരോജം പറയുകയാണ്, നിന്നെ ഒതുക്കാനേ ഞങ്ങളൊക്കെ തന്നെ ധാരാളമാണ്. ഞങ്ങളുടെ പപ്പി ചേച്ചിയുടെ മോനെ കൊന്ന് നിന്നെ അങ്ങ് വെറുതെ വിടാൻ പറ്റില്ലല്ലോ. നിന്റെ വായിൽ നിന്നും തന്നെ എല്ലാ സത്യങ്ങളും ഞങ്ങൾക്കറിയണം. അതിനുവേണ്ടിയാ നിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നീയൊക്കെ എന്നെ എന്ത് ചെയ്യാനാ? അതെ, നീയൊക്കെ കേട്ടത് ശരി തന്നെയാണ്. ഞാനാണ് ആ രോഹിത്തിനെ കൊന്നത്. പഞ്ചകൈലാസത്തിലെ സൂയിസൈഡ് പോയിന്റിലേക്ക് ഞാൻ തന്നെ അവനെ വശീകരിച്ചു കൊണ്ടുപോയത്. ഫോട്ടോ എടുക്കാനെന്ന വ്യാജേനെ അവനെ പാറപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് ഞാൻ തന്നെ അവനെ തള്ളി താഴേക്കിട്ടത്. അവൻ പിടിവിടാതെ ഒരു പാറപ്പുറത്ത് പിടിച്ചു കിടന്നപ്പോഴേ എന്റെ ഈ കാലുകൊണ്ടാ അവന്റെ കൈ ഞാൻ ചവിട്ടി ഞെരിച്ച് അവനെ താഴേക്ക് തള്ളിയിട്ടത്. ഇത് കേൾക്കുന്ന സരോജവും മറ്റുള്ളവരും ഒരു ഞെട്ടലോടെ നിൽക്കുന്നു. സുസ്മിത പറയുകയാണ്, നിനക്കൊന്നുമേ എന്നെ ഒന്നും ചെയ്യാനാകില്ല. നീയൊക്കെ ഇത് റെക്കോർഡ് ചെയ്ത് കൊണ്ടുപോയി പോലീസിൽ ഏൽപ്പിച്ചാലും ഞാൻ എനിക്ക് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞതാണെന്ന് പറഞ്ഞ് നൈസായിട്ട് അങ്ങ് ഊരിപ്പോരും. അല്ലാതെ നിന്നെ കൊണ്ടൊന്നും ഒന്നും ചെയ്യാനാകില്ല. പോലീസ്, കേസ്, കോടതി എന്നൊക്കെ പറഞ്ഞ് അതിന്റെ പിന്നാലെ നടക്കാം, അത്ര തന്നെ. അല്ലാതെ ഒന്നും പറ്റില്ലെന്നൊക്കെ സുസ്മിത പറയുന്നു. ഇത് കേൾക്കുന്ന സരോജം ദേഷ്യത്തോടെ പറയുകയാണ്, എങ്കിലേ നീ ഒരു കാര്യം കേട്ടോ, ഈ ചൈന കോളനിയിലെ പെണ്ണുങ്ങളെ നീതി നടപ്പാക്കുന്നവരാണ്. അല്ലാതെ അവര് പോലീസിന്റെയും കോടതിയുടെയും സഹായമൊന്നും തേടാറില്ല. ഇതിന്റെ കാര്യത്തിലും ഞങ്ങൾ തന്നെ തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാം. അത്രയും പറഞ്ഞ് സരോജം ഈ പെണ്ണുങ്ങളോട് എന്തോ കാണിക്കുമ്പോൾ അവര് പോയൊരു വടിയും കൊണ്ട് വരികയാണ്. അവരുടെ കയ്യിലെ തടി കഷ്ണം കണ്ട് പേടിയോടെ നിൽക്കുകയാണ് സുസ്മിത. കാര്യത്തിലെ ഞങ്ങൾ ഇന്ന് തന്നെ തീരുമാനം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് സരോജം സുസ്മിതയെ തല്ലാനൊരുങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് ഒരു പെൺകുട്ടി നടന്നു വരികയാണ്. അത് മറ്റാരുമല്ലായിരുന്നു, ശാലിനി ആയിരുന്നു. ശാലിനി സരോജത്തെ പിടിച്ചു നിർത്തുകയാണ്. നിൽക്ക് സരോജൻ ചേച്ചി, ഒരു കാര്യം കൂടിയുണ്ട്, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം ഇവളെ തല്ലണോ കൊല്ലണോ എന്ന്. ശാലിനിയെ കണ്ടൊരു ഞെട്ടലോടെ നിൽക്കുകയാണ് സുസ്മിത. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.